ദുബായിൽ ഡെലിവറി ബൈക്കുകൾ അതിവേഗ പാത ഉപയോഗിക്കുവാനുള്ള അനുമതി റദ്ദാക്കിയതിന് പിന്നാലെ ഷാർജ എമിറേറ്റിലും വാഹന ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ വരുന്നു. മോട്ടോർ ബൈക്കുകൾക്കും ഭാരവാഹനങ്ങൾക്കുമുള്ള നിശ്ചിത ലൈനുകൾ അനുവദിച്ചുകൊണ്ട് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവ് പുറത്തിറക്കി. നവംബർ 1 മുതൽ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ഷാർജ RTA-യും പോലീസ് വകുപ്പും സംയുക്തമായാണ് ബസ്, ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്കും ബൈക്കുകൾക്കും റോഡുകളിൽ നിശ്ചിത ലൈനുകൾ അനുവദിച്ചുകൊണ്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ട്രക്ക്, ട്രെയിലർ, ലോറി, ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വലതുവശത്തുള്ള ലൈനാണ് ഉപയോഗിക്കേണ്ടത്. 4 വരികളുള്ള റോഡിൽ വലതുവശത്തു നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ലൈനുകളാണ് മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിക്കേണ്ടത്. 3 വരി റോഡുകളിൽ മധ്യഭാഗത്തെയും അവസാനത്തെയും 2 ലൈനുകൾ മോട്ടോർ സൈക്കിളുകൾക്ക് ഉപയോഗിക്കാം. 2 വരി പാതയിൽ വലതുവശത്തെ ലൈൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സൂചനാ ബോർഡുകളിലും റോഡുകളിലും നിശ്ചിത അകലത്തിൽ വാഹനങ്ങളുടെ ചിത്രങ്ങൾ രേഖപ്പെടുത്തും. ലൈൻ നിയമം പാലിക്കാത്ത ഹെവി വാഹന ഡ്രൈവർമാർക്ക് 1500 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുമായിരിക്കും ശിക്ഷ. ദുബായ് റോഡുകളിലെ അതിവേഗ ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കുന്നത് തടഞ്ഞുകൊണ്ട് ദുബായ് RTA ഈയിടെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അമൃത ന്യൂസ്, ഷാർജ.